ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അങ്ങനെ മലയാളികൾ ആഗ്രഹിച്ച് സംഭവിച്ചു. ദിലീപ് അറസ്റ്റിൽ. ഒരു മനുഷ്യന്റെ കൂടി പതനം കാണാൻ ആഗ്രഹിച്ച എല്ലാവർക്കും ഇന്ന് നല്ല ഉറക്കം കിട്ടട്ടെ. ഒരുത്തം കൂടി നശിച്ചല്ലോ, എന്തൊരു മനസ്സുഖം. ഇതിനിടയ്ക്ക് മറ്റു ചില കാര്യങ്ങൾ ഓർത്തുപോകുന്നു. ഇന്നാട്ടിലെ നിരവധി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ ദിലീപ് തുടക്കമിട്ടത്, സിനിമാ രംഗത്ത് അവശത അനുഭവിക്കുന്ന നിരവധി ആൾക്കാർക്ക് സാമ്പത്തിക സഹായം നൽകിയത്, അങ്ങനെ എന്തെല്ലാം, അതൊക്കെ സൗകര്യപൂർവ്വം മറക്കാം നമുക്ക്. അനഫിക്ക് ആഗ്രഹിച്ചതുപോലെ മക്കളെ നല്ല രീതിയിൽ വളർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യങ്ങളിലും എല്ലാം ചെയ്ത് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ വർഷം മുതൽ അമ്മ സംഘടന അവർ ഒരു തുക തന്നിപ്പോൾ സഹായിക്കുന്നുണ്ട്. പിന്നെ അവരൊക്കെ എല്ലാവരും വിളിച്ചന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ദിലീപാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം നേടിയ അയാളുടെ ഇച്ഛാശക്തിയെയും പുച്ഛിച്ച് തള്ളാം. കാരണം അയാൾ ഇന്നൊരു പ്രതിയാണ്. പക്ഷേ മറ്റൊരു കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താതെ വയ്യ. ദിലീപിനെ അറസ്റ്റ് ചെയ്ത ഉടനെ അയാളുടെ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു. അതിനാരാണ് മലയാളി നിങ്ങൾക്ക് അധികാരം തന്നത്? ഇതാണ് ചുരുക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്നും വല്ലതുമൊക്കെ നേടിയെടുത്തവനോടുള്ള നല്ല ഒന്നാന്തരം ക്രമീകടി. ഒരവസരം കിട്ടിയപ്പോൾ അതങ്ങ് തീർത്തു. ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അയാൾക്ക് നൽകണം. കാരണം ചിന്തിക്കാൻ പറ്റാത്ത ഹീനകൃത്യം തന്നെയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറ്റവാളിയാണെന്ന് മുദ്ര കുത്തേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും കോടതിയാണ്, അല്ലാതെ നമ്മളല്ല. പാപമില്ലാത്തവർ കല്ലോ മെറ്റലോ കരിങ്കല്ലോ എറിയട്ടെ. ദിലീപാണത് ചെയ്തതെങ്കിൽ അവിടെ മറ്റൊരു വശം കൂടിയുണ്ട്. അത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ച കാരണങ്ങളും മനസ്സിലാക്കണം. അയാൾ ക്രിമിനൽ ആയതിന് പിന്നിലുള്ള ചേതോവികാരം മനസ്സിലാക്കണം. വഴിയിൽ കൂടി നടന്നു പോകുന്ന ഏതോ ഒരാളെ വെറുതെ ചെന്ന് ഉപദ്രവിക്കേണ്ട കാര്യമൊന്നും അയാൾക്കില്ല. അയാളൊരു മാനസിക രോഗി അല്ലാത്തതിനാൽ അങ്ങനെ ചെയ്യില്ലെന്നും കരുതാം. അപ്പോൾ ആ തെറ്റിലേക്ക് അയാളെ നയിച്ച വ്യക്തികളും സമൂഹവും ഇവിടെ പ്രതികളാണ്. മലയാള സിനിമയിൽ മീര ജാസ്മിൻ, നവ്യ നായർ, പത്മപ്രിയ, മമത മോഹൻദാസ്, നമിത പ്രമോദ് തുടങ്ങിയ എത്രയോ നല്ല നായികമാരുണ്ടായിരുന്നല്ലോ. അവരോട് ആരോടുമില്ലാത്ത ഒരു പ്രശ്നം എന്തിനാണ് ഈ നടിയോട് മാത്രം ദിലീപിനുള്ളത്? ഇവിടെ ദിലീപ് ആരോപിക്കുന്നത് ഈ നടി തൻ്റെ കുടുംബജീവിതം തകർത്തു എന്നാണ്. സത്യമില്ലേ അതിൽ? പരദൂഷണമെന്നത് മലയാളികൾക്ക് ജന്മസഹജമായതുകൊണ്ട് അത് പറയാതെ നമുക്ക് ജീവിക്കാൻ വയ്യ. ഞാനായിരുന്നു ദിലീപിൻ്റെ സ്ഥാനത്തെങ്കിൽ അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ നോക്കിയേനെ. അല്ലെങ്കിൽ പിന്നെ സ്വന്തം കുടുംബം കലക്കിയവളെ വെറുതെ വിടണോ? ഇത് കേൾക്കുമ്പോൾ ചില സദാചാരവാദികൾ സടകുടഞ്ഞെഴുന്നേൽക്കുമെന്നറിയാം. കാവ്യമാധവനുമായുള്ള അവിഹിത ബന്ധമല്ലേ ഈ നടി പറഞ്ഞു കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഹിതമോ അവിഹിതമോ ആവട്ടെ, അത് അയാളുടെ സ്വകാര്യതയല്ലേ. നീ എന്തിനാണ് മലയാളി അതിൽ തലയിടുന്നത്? എന്തായാലും പറഞ്ഞു രണ്ടുപേരെയും കൂടി നമ്മൾ രണ്ടു വഴിയാക്കി. എന്നിട്ടും എത്തിനോട്ടം തീർന്നില്ല. കാവ്യയെ കല്യാണം കഴിച്ചതോടെ വീണ്ടും സദാചാര പ്രസംഗം. ഞങ്ങൾ അന്നേ പറഞ്ഞതല്ലേ എന്ന മട്ടിൽ അതും കഴിഞ്ഞു. പിന്നെ അറിയേണ്ടത് രണ്ടാനമ്മയും മകളും തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ എന്നാണ്. അതിന് നമ്മൾ അമേരിക്കയിൽ വരെ എത്തി നോക്കി. അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതാണെങ്കിൽ അത് നമുക്ക് സഹിക്കില്ല. അടികൂടണം, അത് മലയാളികൾക്ക് നിർബന്ധമാണ്. കഷ്ടം തന്നെ മലയാളീസ്. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.